ഇനി കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്തേക്കണം. മുഖ്യനും മന്ത്രിമാർക്കും ബഹുമാനം നിറയ്ക്കാൻ എന്നോണം ഇനി സർക്കാർ ഓഫീസുകളിലെ കത്തിടപാടുകളിൽ ബഹുമാന സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് രേഖപ്പെടുത്തണമെന്നാണ് പുതിയ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പാണ് ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത്. കത്തിടപാടുകളിലും പരാതികൾക്കും നിവേദനങ്ങൾക്കുമുള്ള മറുപടികളിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേരുകൾക്ക് മുൻപിനായി ബഹുമാനപ്പെട്ട എന്ന വാക്ക് ചേർക്കണമെന്നാണ് നിർദ്ദേശം. പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന നിവേദനങ്ങളിലും പരാതികളിലും മറുപടി നൽകുന്നത് സംബന്ധിച്ചാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത്. ജനങ്ങൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന നിവേദനങ്ങളും പരാതികളും ബന്ധപ്പെട്ട ഓഫീസുകളിൽ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാറുണ്ട്. അതിനുശേഷം നിവേദനങ്ങൾക്ക് നൽകുന്ന മറുപടി കത്തിൽ ബഹുമാന സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ഔദ്യോഗിക യോഗങ്ങളിൽ ഇത്തരം വിശേഷണങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും കത്തിടപാടുകളിൽ ഇങ്ങനെ ഒരു ബഹുമാനം കൊടുക്കൽ പ്രക്രിയ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അത് പിണറായി സർക്കാർ എന്തായാലും മാറ്റിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ എല്ലാ സർക്കാർ വകുപ്പുകളിലേക്കും ജില്ലാ കളക്ടർമാർക്കും ഓഫീസ് മേധാവികൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും ഇതിന്റെ പകർപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 വിരുദ്ധമാണെന്ന തരത്തിലുള്ള വാദങ്ങൾ പല ഭാഗത്തു നിന്നായി ഉയരുന്നുണ്ട് താനും. എന്തായാലും ബഹുമാനം കിട്ടുന്നത് കുറവായതിനാൽ തന്നെയാകാം ഇത്തരം വാക്കുകൾ കൂട്ടിച്ചേർക്കാനുള്ള പ്രേരണ ആയതിന് പിന്നിലെ കാരണവും. എന്തായാലും ഇനി മന്ത്രിമാർക്ക് കത്തിൽ പോലും ബഹുമാനം മസ്റ്റ് ആകും.